എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ ഒരുവിധം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബേക്കറി സ്റ്റൈല് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്ക് ആണ്. ഓവനിൽ വെച്ചിട്ടും അതുപോലെ തന്നെ ഓവൻ ഇല്ലാതെ നമുക്കിത് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റും. രണ്ട് രീതി ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള അതുപോലെ തന്നെ നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിലും ടേസ്റ്റിലും നമുക്ക് കപ്പ് കേക്ക് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 250 ml ഈ ഒരു കപ്പിൽ 1.5 കപ്പ് അളവിൽ മൈദയാണ് കേട്ടോ. നമ്മൾ ഇതുപോലെ കപ്പിൽ മൈദ അളന്നിട്ടെടുക്കുന്ന സമയത്ത് നല്ല വടിച്ച് വേണം ഇതുപോലെ അളന്നിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു കപ്പിൽ ഇങ്ങനെ മുകളിൽ പൊന്തി നിൽക്കുന്ന ഒരു രീതിയിൽ മൈദ അളന്നിട്ടെടുക്കരുത്. അപ്പോൾ ആദ്യം 1 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പും കൂടെ മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ. ബേക്കിംഗ് പൗഡർ നമുക്ക് 1 ടീസ്പൂൺ ആണ് ഇതിലേക്ക് വേണ്ടത്. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. അതൊരു 1/2 ടീസ്പൂൺ ആണ് വേണ്ടത്. അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 നുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഈ ഒരു പൊടി ഒന്ന് അരിച്ചിട്ടെടുക്കാം. അപ്പോൾ ഒരു പൊടി ഇതുപോലെ മുഴുവനായിട്ടും അരിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്ന ഒരു ബട്ടർ ആണെങ്കിൽ അതിൻ്റെ ഒരു തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് വെള്ളിലേക്ക് കുറച്ച് സമയം എടുത്ത് വെക്കുക. അതുപോലെ തന്നെ ഉപ്പില്ലാത്ത ബട്ടർ വേണം നമ്മൾ ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ബട്ടറിൻ്റെ അളവ് 125 ഗ്രാം ആണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ആദ്യം ഇതുപോലെ 100 ഗ്രാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 25 ഗ്രാമും കൂടി ഇതുപോലെ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി വേണ്ടത് നമ്മൾ മൈദ അളന്നിട്ടെടുത്ത ഒരു സെയിം കപ്പിൽ തന്നെ 1 കപ്പ് അളവിൽ പഞ്ചസാരയാണ്. പഞ്ചസാര പൊടിക്കൊന്നും വേണ്ട. ഇതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ആ ഒരു ബട്ടറും ആ ഒരു പഞ്ചസാരയും കൂടി നന്നായിട്ട് നമുക്കൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ഇനി അഥവാ നമ്മുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ ഈ ഒരു ബട്ടറും പഞ്ചസാരയും ഇതിലേക്ക് നമ്മൾ 2 മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു 2 മുട്ടയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചിട്ടെടുക്കുക. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് നമുക്കിതൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഞാനൊന്ന് ബീറ്റ് ചെയ്ത് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ 2 കോഴിമുട്ടയാണ്. ഇതുപോലെ 2 വലിയ കോഴിമുട്ടയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതുപോലെ 1 കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ചുറ്റിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയതിനു ശേഷം രണ്ടാമത്തെ കോഴിമുട്ടയും കൂടെ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ തന്നെ ഇതൊന്ന് സ്മൂത്ത് ആക്കി എടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ല, ഒരു 2 കോഴിമുട്ടയും ഇതുപോലെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ആണ് കേട്ടോ. വാനിലയുടെ ഒരു എസൻസ് മാത്രം ചേർത്ത് കൊടുക്കുമ്പം ആ ഒരു ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു കറക്റ്റ് കപ്പ് കേക്കിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാറില്ല. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതിലേക്ക് നമ്മൾ കുറച്ച് പൈനാപ്പിൾ എസൻസും അതുപോലെ തന്നെ ഓറഞ്ച് എസൻസും കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. അതൊന്നും കൂടി പോകരുത്. ഒരു 4-5 ഡ്രോപ്സ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം ഇതുപോലെ പൈനാപ്പിൾ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4-5 ഡ്രോപ്സ് മാത്രം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പിന്നീട് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഓറഞ്ചിൻ്റെ എസൻസ് ആണ്. അതൊരു 4-5 ഡ്രോപ്സ് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂടി പോകരുത്. എസൻസുകൾ കൂടി പോയിട്ടുണ്ടെങ്കിൽ എസൻസിൻ്റെ ഒരു കുത്തലുണ്ടാവും. അപ്പോൾ കറക്റ്റ് അളവിൽ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നമ്മൾ ആദ്യമേ അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു പൊടിയാണ്. ആദ്യം പകുതി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അതിനുശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ പാലാണ് കേട്ടോ. നമ്മളൊരു മൈദയൊക്കെ അളന്നിട്ടെടുത്ത ഒരു സെയിം കപ്പിൽ തന്നെ 3/4 കപ്പ് അളവിൽ പാലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ആദ്യം പാലും ഇതിലേക്ക് പകുതി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. പാലും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്ന പാലാണെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ആ ഒരു തണുപ്പ് നന്നായി പോയതിനു ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ആ ഒരു പൊടി ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പാലും ഇതിലേക്ക് ഞാൻ മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും ഇതെല്ലാം കൂടി ലാസ്റ്റ് ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ലോയിലിട്ട് കൊടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ ഈ ഒരു കപ്പ് കേക്കിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് ഓവനിൽ വെച്ചും അതുപോലെ തന്നെ ഓവൻ ഇല്ലാതെ ഗ്യാസ് അടുപ്പിൽ വെച്ച് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആദ്യം ഓവനിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കപ്പ് കേക്കിൻ്റെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ഒരു കപ്പ് കേക്കിൻ്റെ ഒരു പേപ്പർ മോൾഡും കൂടെ വെച്ച് കൊടുക്കാം. ഇത് തീരെ കട്ടി കുറഞ്ഞതായതുകൊണ്ട് 2 ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതുപോലെ ഒരു കപ്പ് കേക്കിൻ്റെ ഒരു പേപ്പർ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം തന്നെ. ഇനി നമ്മുടെ ഒരു കപ്പ് കേക്കിൻ്റെ ഒരു ബാറ്റർ ഈ ഒരു പേപ്പറിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നിറയെ ഒഴിച്ചു കൊടുക്കരുത്. ഒരു 1/4 ഭാഗത്തോളം ഇതുപോലെ നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ സ്പൂൺ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇതുപോലെ എല്ലാത്തിലും തന്നെ ഒരു 1/4 ഭാഗത്തോളം നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മുഴുവനും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കൊട്ടി കൊടുക്കുക, എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളിത് ഓവനിൽ ബേക്ക് ചെയ്യേണ്ടത് 160 ഡിഗ്രി സെൽഷ്യസിൽ. ആദ്യം ഓവൻ നമ്മളൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. പ്രീ ഹീറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഈ ഒരു ഓവനിലേക്ക് നമുക്കിനി ഇത് വെച്ച് കൊടുത്തിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ 20-25 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കപ്പ് കേക്ക് റെഡിയായി കിട്ടും. മുകളത്തെയും താഴത്തെയും കോയിൽ ചൂടാകുന്ന രീതിയിൽ വേണം നമ്മൾ ഫംഗ്ഷൻ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഓവനിൽ ഞാൻ ഏറ്റവും താഴത്തെ റാക്കിലാണ് കേട്ടോ ഇത് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ നിന്ന് ബേക്കായിട്ട് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കിത് ഓവനിലല്ലാതെ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതുപോലെ ഈ ഒരു കപ്പ് കേക്കിൻ്റെ ബാറ്റർ കുറച്ച് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ മാത്രം ആ ഒരു കപ്പ് കേക്കിൻ്റെ ചെറിയൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ബാറ്ററിലേക്ക് നമുക്കൊരു 2-3 ഡ്രോപ്സ് മഞ്ഞ ഫുഡ് കളർ വേണമെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് തീർത്ത് ഓപ്ഷണലാണ്. നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇതുപോലെ സ്റ്റീലിൻ്റെ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. 4 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഈ ഒരു പേപ്പറിൻ്റെ ഒരു മോൾഡ് 2 എണ്ണം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ 1/4 ഭാഗത്തോളം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാത്തിലും തന്നെ. ഇനിയും അടി കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ ഒരു അലുമിനിയത്തിൻ്റെയോ പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു സ്റ്റാൻഡും കൂടി ഇറക്കി വെച്ച് കൊടുത്ത് ഒരു 6-7 മിനിറ്റോളം തീ കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു പാത്രം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. അങ്ങനെ പ്രീ ഹീറ്റ് ചെയ്തിട്ടിരിക്കുന്ന പാത്രമാണ് കേട്ടോ ഇത്. ഇതിലേക്ക് വീണ്ടും ഞാൻ ഇതിലൊരു പാത്രം കൂടി ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ ഒരു പാത്രങ്ങൾ നമുക്കിതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 25-30 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് അടുപ്പിലും റെഡിയായി കിട്ടും. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈ ഒരു പാത്രത്തിൻ്റെ മൂടിയിൽ ഹോളുകളൊന്നുമില്ല. ഇനി അഥവാ നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ മൂടിയിൽ ചെറിയ ഹോളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു അലുമിനിയം ഫോയിൽ എന്തെങ്കിലും വെച്ച് നമ്മളതൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. കാരണം ആവി ഒട്ടും തന്നെ പുറത്തേക്ക് പോകരുത് കേട്ടോ. അപ്പോൾ ഓവനിൽ വെച്ചത് കറക്റ്റ് എനിക്കൊരു 25 മിനിറ്റ് ആയപ്പോഴത്തേക്കും റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കൊത്തി നോക്കുക ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന്. സ്റ്റിക്ക് നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്ത് മാറ്റിയേക്കാം. അപ്പോൾ ബാക്കി കുറച്ച് ബാറ്ററും കൂടി മിച്ചം വന്നിരുന്നു. അത് വീണ്ടും ഞാൻ ഓവനിൽ വെച്ച് ഇതുപോലെ ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഗ്യാസ് അടുപ്പിൽ വെച്ചതും ഏകദേശം ഒരു 25-30 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ടൊരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. ഇതുപോലെ കുത്തി നോക്കുമ്പോഴത്തേക്കും ആ ഒരു സ്റ്റിക്ക് നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. നമ്മൾ ഓവനിൽ വെച്ചതാണെങ്കിലും അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പിൽ വെച്ചതാണെങ്കിലും ഏത് കപ്പ് കേക്ക് ആണെങ്കിലും നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം എടുക്കുക കേട്ടോ. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം കപ്പ് കേക്ക് കഴിച്ചാലേ കറക്റ്റ് നമുക്ക് ഒരു ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു സെയിം ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതുപോലെ നമ്മൾ തലേന്ന് കപ്പ് കേക്ക് ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസമൊക്കെ കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇത് ഞാൻ ഓവനിലില്ലാതെ ഗ്യാസ് അടുപ്പിൽ വെച്ചതാണ്. ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിനുള്ളിൽ നിന്ന് വെളിയിലേക്ക് എടുക്കാം. ഇത് ഞാൻ ഓവനിൽ വെച്ചതുമാണ്. ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിനുള്ളിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. ഓവനിൽ വെച്ചതും ഓവനിലല്ലാതെ വെച്ചതും തമ്മിലുള്ള ഏക ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ആ ഒരു മുകളിൽ കുറച്ചും കൂടി ഒരു കളറുണ്ട് ഓവനിൽ വെച്ചത്. നമ്മൾ ഓവനിലില്ലാതെ ഗ്യാസ് അടുപ്പിൽ വെച്ചതിന് കളർ അത്ര ഡാർക്ക് ആയിട്ടില്ല. അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. കഴിക്കാനൊക്കെ സെയിം ടേസ്റ്റും അതുപോലെ തന്നെയാണ്, നല്ല പഞ്ഞി പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഏത് രീതിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് കപ്പ് കേക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാം. ശരിക്കും നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത്. ഇത് നമ്മൾ ഓവനിൽ വെച്ചതാണ്. ഇത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഓവനിലല്ലാതെ ഗ്യാസ് അടുപ്പിൽ വെച്ചതാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മുകളിൽ ഒരു ചെറിയ ഡാർക്ക് കളർ കുറവ് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടില്ല, ഇതും നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ കപ്പ് കേക്ക് ഇതുപോലെ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ആ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.